മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നല്ല പല തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ രണ്ട് നിർണായകമായ തിരിച്ചടികൾ. ഒന്ന്, കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് എന്ന ആവശ്യം തള്ളിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ അക്കമിട്ട് നിരത്തി കേരളത്തിന് എല്ലാം തെളിയിക്കേണ്ടി വരും. ഒന്ന്, ഇതിനിടയിലാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം രംഗത്തിറങ്ങുന്ന CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും പൂഞ്ഞാറ്റിൽ വലിയ പണി കിട്ടിയിരിക്കുന്നത്. പൂഞ്ഞാർ വിഷയത്തിൽ ക്രിസ്ത്യൻ മേഖലയിലും സ്വാഭാവികമായും CPM-ന് വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്നുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോഴാണ് മറുവശത്ത് മുസ്ലിം വിഭാഗവും അതിശക്തമായി തന്നെ പൂഞ്ഞാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് പിന്നാലെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷ വോട്ടിൽ കണ്ണുവെക്കുന്ന CPM-ന് രണ്ടു വഴിക്കും തിരിച്ചടി എന്ന് സാരം. ധനകാര്യ പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ചോദ്യം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനില്ലാത്ത സംസ്ഥാന സർക്കാർ എന്ത് ന്യായം ജനങ്ങളോട് പറയുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. CPI കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ഇങ്ങനെ പോയാൽ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ സാധിക്കില്ല എന്ന്. സപ്ലൈകോയിലടക്കം അവശ്യ സാധനങ്ങൾ കിട്ടാനില്ല. ജനം കുത്തുപാള എടുത്തിരിക്കുന്ന സമയത്ത് എന്ത് ന്യായങ്ങൾ നിരത്തി മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ജനങ്ങളോട് വോട്ട് ചോദിക്കുമെന്നുള്ളതാണ് CPI തന്നെ ചോദിക്കുന്ന പ്രധാന ചോദ്യം. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ തിരുത്തിക്കൊണ്ട് സിറാജും സുപ്രഭാതവും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. പൂഞ്ഞാർ സെന്റ് ഫെറോന പള്ളിയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തിരുത്തണമെന്ന് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. കുറ്റകൃത്യങ്ങൾക്ക് മതഛായ നൽകുന്നത് നാടിനെ അരക്ഷിതമാക്കും. പോലീസ് ഭാഷ്യത്തെ സർക്കാർ നിലപാടായി അവതരിപ്പിക്കുന്നത് PC ജോർജുമാരുടെ രാഷ്ട്രീയത്തെ ബലപ്പെടുത്തുമെന്നും കാസ പോലുള്ളവർക്ക് വിദ്വേഷ പ്രചാരണം നടത്താൻ വഴിയൊരുക്കിയത് പോലീസ് നടപടിയാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ ഫെയർവെൽ ആഘോഷത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ക്ലാസ് അവധിയുടെ നാളുകളിൽ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം ആഘോഷങ്ങൾ നടക്കാറുള്ളതാണ്. അധ്യാപകരും നാട്ടുകാരും കണ്ടില്ലെന്ന് നടിക്കുകയോ അർദ്ധസമ്മതം നൽകുകയോ ചെയ്യാറാണ് പതിവ്. അങ്ങനെയൊരു സംഭവമായി ഒതുങ്ങേണ്ടിയിരുന്നതാണ് ഈരാറ്റുപേട്ടയിലെ ആഘോഷവും. കുട്ടികളെ ഗുണദോഷിച്ചോ ശാസിച്ചോ വിട്ടുകളയാമായിരുന്ന സംഭവത്തെ ചിലർ സാമുദായിക ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് പിന്നീട് കാണുന്നത് എന്നാണ് സിറാജിന്റെ വിമർശനം. നേരത്തെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന യാദൃച്ഛികമല്ലെന്നും പൂഞ്ഞാർ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ സുപ്രഭാതവും രംഗത്ത് വന്നിരുന്നു. വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രമത്തെ മുഖ്യമന്ത്രി മതം നോക്കി വിലയിരുത്തിയെന്നും വർഗീയ പ്രചാരണത്തിന് ഉപയോഗിച്ചവരുടെ നാവായി മുഖ്യമന്ത്രി മാറിയെന്നും സമസ്ത മുഖപത്രവും വിമർശിച്ചിരുന്നു. പ്രശ്നങ്ങളിൽ മതം നോക്കി ഇടപെടുന്ന വർഗീയവാദികളുടെ രീതിയിലേക്ക് മുഖ്യമന്ത്രി തരം താഴാൻ പാടില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന യാദൃച്ഛികമായി കാണാനാവില്ലെന്നും വസ്തുത മനസ്സിലാക്കാൻ പോലീസ് റിപ്പോർട്ടും സാമൂഹിക മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരകന് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഒരു പ്രാദേശിക നേതാവിനെ പോലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നാടിന് നല്ലതല്ലെന്നും സുപ്രഭാതം വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇതെന്തു പറ്റിയെന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് സുപ്രഭാതത്തിന്റെ വിമർശനം. ഏതായാലും കേരളത്തെ വരും ദിവസങ്ങൾ മുൾമുനയിലാക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധി, ധനകാര്യ പ്രതിസന്ധി മറികടക്കാൻ സുപ്രീം കോടതി വാക്കാൽ നിർദ്ദേശിച്ചത് പ്രകാരം കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി കേരള സർക്കാർ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. 19,351 കോടി രൂപ കൂടി അധികമായി വായ്പ എടുക്കാൻ അനുമതി നൽകണമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ഡോക്ടർ TV സോമനാഥനോട് അഭ്യർത്ഥിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ല. ഈ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തി സുപ്രീം കോടതി വ്യക്തമായ ഉത്തരവിറക്കിയാൽ മാത്രം പരിഗണിക്കാമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. അല്ലാതെ കേരളത്തിന് മാത്രമായി അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ ആവശ്യവുമായി പിന്നാലെ എത്തുമെന്നും കേന്ദ്രം പറഞ്ഞു. കേരളം ചൂണ്ടിക്കാട്ടുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകൾ മിക്ക സംസ്ഥാനങ്ങളും ഉയർത്തുന്നുണ്ടെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരം കേരളത്തിന് 13,608 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണത്. ഇതുകൊണ്ട് മാത്രം കേരളത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ലെന്നും വീണ്ടും കടമെടുപ്പിന് അനുവാദം വേണമെന്നുമാണ് കേരളം വാദിച്ചത്. ഇക്കാര്യം കേരള സർക്കാരുകൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതനുസരിച്ചാണ് വെള്ളിയാഴ്ച ഡൽഹിയിൽ ചർച്ച നടന്നത്.